നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ചില മോങ്ങലുകളൊക്കെ കേൾക്കാൻ വലിയ രസാണ് നമുക്ക്. അത്തരത്തിലുള്ള വലിയ മോങ്ങലാണ് നമ്മുടെ നിലമ്പൂർ അൻപറി. പറയുന്നൊന്നും പറയാൻ പാടില്ല, തെറിയാണല്ലോ അല്ലെ. ഞമ്മന്റെ നിലമ്പൂർ അമ്പറാക്കാന്റെയും നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ട അരുണും ഒക്കെ തമ്മിലുള്ള കരച്ചില് കേൾക്കാൻ ഇങ്ങനെ വലിയ രസം. ഈ നിലമ്പൂർ അൻപറിക്കാക്കാന്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ റിപ്പോർട്ടർ ചാനലിൽ മാത്രം വരുന്ന എന്തെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നും കൊണ്ടല്ല, ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന്റെ മുതലാളിമാർ മുട്ടിൽ മരമുറി കേസ് എല്ലാവരും കേട്ടിട്ടില്ലേ? മുട്ടിൽ മരമുറി കേസിലെ ക്രിമിനലുകളായിരുന്നു. ആ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുത്ത പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഈ അൻപറി കാക്കയും ഈ മൊട്ടയരുണൊക്കെ ജോലി ചെയ്യുന്ന ഈ റിപ്പോർട്ടർ ചാനൽ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സംശുദ്ധ റിപ്പോർട്ടിങ്ങിൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ ലേ 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 എന്ന് ആരും ചോദിക്കേണ്ട, സംശയം ആർക്കും ഇല്ല. എന്തായാലും നമ്മുടെ വിശദമായിട്ടുള്ള വലിയൊരു മോങ്ങലാണ് ഇവിടെ കേൾപ്പിക്കുന്നത്. PV അൻവർ എന്ന് പറയുന്ന ആ ചങ്ങാതിയെ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും പുറങ്കാലുകൊണ്ട് അടിച്ച് പറത്തിയിട്ടുണ്ട്. ഇനി അയാൾക്ക് ആകെ രക്ഷ ഇസ്ലാമിക ജിഹാദികളുടെ ആ ഒരു കൂടാരത്തിൽ ചേക്കേറുക തന്നെയാണ് രക്ഷ എന്നുള്ളത് നമ്മൾ കണ്ടു. അടുത്തത് KT ജലീലായാലും കാരാട്ട് റസാഖായാലും ഇത്തരത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള, എന്തിനേറെ പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള റിയാസ് അടക്കമുള്ളവർ ഇസ്ലാമിക കൂടാരങ്ങളിൽ ചെന്ന് ചേക്കേറുമെന്ന് നമ്മൾക്ക് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തായാലും ഈ PV അൻവറിനെ ഇടതുപക്ഷ അന്തംകമ്മികൾ പൂർണ്ണമായിട്ട് ചവിട്ടിത്തൊഴിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് ഇട്ടതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഈ രണ്ടെണ്ണം കൂടി ഇരുന്ന് മോങ്ങുന്ന ഒരു മോങ്ങലുണ്ട്. ആ മോങ്ങൽ ഞാൻ നിങ്ങളിവിടെ കേൾപ്പിച്ചു തരാം. ഗംഭീരമായിട്ടുള്ള മോങ്ങലാട്ടോ, കേട്ട് നോക്കാം നമുക്ക്. ഞാൻ PV ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നേരിട്ട് പൂർവ്വമായിട്ട് ബന്ധമല്ലെങ്കിലും താങ്കൾ ടെലിഫോൺ ലൈനിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതും. ഇന്നലത്തെ ഒരു സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നല്ലോ. പല നിങ്ങളുടെ ആംഗിളൊക്കെ എനിക്ക് മനസ്സിലായി. അത് നിങ്ങളെ ഭാഗത്തായിരിക്കും പ്രതീക്ഷ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും ഇവിടെ വിശദീകരിക്കപ്പെട്ടില്ല. അരുൺജി, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സമയമുണ്ട്. ഞാൻ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പോലീസിന്റെ വീര്യം കെടുത്തുന്നു എന്നാണ്. അതെ, ഞാൻ പറഞ്ഞത് ഇത് പോലീസിന്റെ വീര്യമല്ല കെടുത്തുന്നത്, ഇത് പോലീസിലെ ക്രിമിനലുകളുടെ വീര്യം കെടുത്തുന്നുണ്ട് എന്റെ ഇടപെടല്. സത്യസന്ധമായി പോലീസിൽ പ്രവർത്തിക്കുന്നവരുടെ വീര്യം ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ പോലീസുകാരുണ്ട്. പക്ഷെ അതുപോലെ നിങ്ങൾ ചർച്ച ചെയ്തില്ല. അത് പോട്ടെ. അല്ല, അത് എന്റെ ഒരു സംശയം. ഞാൻ അതിനകത്ത് ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഇപ്പൊ ഇടതു സഹയാത്രികരായിട്ടുള്ളവരും നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും അവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തുറന്നു ചോദിക്കുകയാണ്. കാരണം നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ലാത്തത് കൊണ്ടും നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും. കാര്യം ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഓരോ വിഷയം വരുന്നതനുസരിച്ച് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൽ വിയോജിക്കാം. അതിലൊരു ആശങ്ക, ഈ മുഖ്യമന്ത്രി ഇന്നലെ ഒരു സംശയത്തിന്റെ ഒരു പൊട്ടിട്ടിട്ട് പോയിട്ടുണ്ട്. അത് പല മാധ്യമങ്ങളും പല രീതിയിലാണ് എടുക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് സംഘമായി PV അൻവറിന് ബന്ധമുണ്ടോ എന്നൊരു സംശയം വേണമെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് പറഞ്ഞു പോകാം. പക്ഷെ ഞാനത് വ്യക്തിപരമായോ സംഘടനാപരമായോ പ്രൊഫഷണലായോ ഞാനത് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ PV അൻവർ അങ്ങനെ ഒരു സംഘത്തിന്റെ ഭാഗമാണെന്ന് 100% വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വാചകം അവസാനിപ്പിച്ചു പോകുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയാം അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നാണ്. അത് അങ്ങയെ സംബന്ധിച്ച് വ്യക്തിപരമായി വേദനിപ്പിച്ചോ എന്നുള്ളതാണ് കാര്യം. അങ്ങനെയല്ലല്ലോ പറയുക മുഖ്യമന്ത്രി. അല്ല, എന്നത് വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ കൊടുത്ത പരാതികളുടെ അന്വേഷണം എവിടെ എത്തും എന്നുള്ളതിന്റെ സൂചന കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ ഇത് അന്വേഷിക്കുന്ന, ഇപ്പൊ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ അത് എന്ത് പ്രെജുഡീസ് ആണ് ഉണ്ടാക്കുക, എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുക എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റതൊക്കെ പോട്ടെ, അതെനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് വേറെ രീതിയിലാണ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ എന്താ ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നു, ആരും ഉറങ്ങെങ്കിലും അന്വേഷിക്കേണ്ട പ്രശ്നമില്ല. പക്ഷെ ഒരു നാൾ സത്യം പുറത്തു വരും. സത്യം മൂടി വെക്കുന്നതിന്റെ പരിമിതിയുണ്ട്. അത് വൈകിയാണെങ്കിലും വരും. അത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ PV അൻവർ. ഇതിപ്പോ വന്ന് ശ്രീ പിണറായി വിജയനും
PV Anwarum തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളത് പോലെ തോന്നുന്നുണ്ട്. അഥവാ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് സംഘടനയ്ക്കോ ഇടതുമുന്നണിക്കോ ഇടതുമുന്നണിയിലെ പ്രവർത്തകർക്കോ ഗുണകരമല്ലല്ലോ. മാത്രമല്ല ഇടതുമുന്നണിയിൽ അങ്ങനെ ഒരു രീതിയില്ല. വളരെ അസാധാരണമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത്. അങ്ങയോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അണികൾ അടക്കമുള്ളവർ താങ്കൾക്കൊപ്പം നിൽക്കുന്നവരുണ്ട്. അത് സൈബർ മേഖലയിൽ മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന 10-ൽ ഒരു 3-4 ആളുകളെങ്കിലും താങ്കൾ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ എന്റെ ബോധ്യത്തിൽ എന്ന് പറയുന്നതാണ്. അത് തെറ്റാം. പക്ഷെ അവർക്ക് പോലും ഒരു ആശങ്ക ഇന്നലെ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിൽ ഉണ്ടാവുന്നത്, ഇനി ഈ PV Anwariനെ എങ്ങനെ പിന്തുണയ്ക്കുക? പാർട്ടി ലൈന് അല്ലല്ലോ ഇത് സംഘടനാ രീതി അല്ലല്ലോ. PV Anwar ഇനിയെങ്കിലും ഇങ്ങനെ തുറന്നു പറയുന്നത് നിർത്തി ഇടതുമുന്നണിക്കുള്ളിൽ ഈ കാര്യങ്ങൾ പറയുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താങ്കൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ശൈലിയിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഇതിന്റെ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാവിലെ എന്താ പറഞ്ഞത്? ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഈ പറയുന്ന ഈ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് വാങ്ങുന്നു, 33,80,000 വാങ്ങുന്നു, 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷത്തിന് വിൽക്കുന്നു. അത് പറഞ്ഞിരിക്കില്ലല്ലോ ഡോക്ടർമാരോട്. ഞാൻ അതിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റി ഡോക്യുമെന്റ് അടക്കമാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങൾ നേരത്തെ അത് കിട്ടിയിരുന്നു. അതായത് ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് PV Anwar തുറന്നു പറഞ്ഞാൽ അത് പ്രീ ലോഞ്ച് ഓഫർ ആണ് എന്ന ഞങ്ങൾ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരൊരു സജഷൻ മുന്നോട്ട് വെച്ചു. അപ്പൊ ഞങ്ങളൊന്ന് കൺഫ്യൂസ് ആയി. പ്രീ ലോഞ്ച് ഓഫറിന് ചിലപ്പോൾ കിട്ടാം. 4-5 വർഷങ്ങൾ മുമ്പ് 35 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വില കൂടാൻ സാധ്യതയുണ്ടല്ലോ സാധാരണ. അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ടാണ്. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വാർത്ത കൊടുത്തു. എങ്ങനെ വേണമെങ്കിലും ഡോക്ടർ താങ്കൾക്ക് വിശദീകരിക്കാം. 10 ദിവസം കൊണ്ട് ഒരു പ്രീ ലോഞ്ച് ഓഫർ ഇരട്ടി വിലക്ക് വിൽക്കുകയാണെങ്കിൽ ഈ ബിൽഡ് ചെയ്യുന്നവൻ പൊട്ടനാണോ? അവൻ ലാഭം അവനെടുത്തൂടെ? അതെ. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിനുശേഷം ഞാൻ പത്രസമ്മേളനങ്ങൾ നടത്തി വീണ്ടും പറയുന്നത് എന്താണ്? ഞാൻ ഓരോ ഘട്ടത്തിൽ നമ്മൾക്ക് കിട്ടുന്ന തെളിവുകൾ പത്രക്കാരെ വിളിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കാരണം അങ്ങനെ പറയാതെ ഇത് സമർപ്പിച്ചാൽ ഈ തെളിവുകളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടില്ല. ഈ അന്വേഷണ സംഘം അത് ഏത് നിലക്കത് എടുക്കുമെന്ന് എനിക്കറിയില്ല. അതിലെനിക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എനിക്ക് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പൊതുസമൂഹത്തോട് പറയുകയും പിന്നെ അന്വേഷണ SITയുടെ തലവൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട DGPക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യുന്നത്. അത്രയേ ഉള്ളത്. അതാണ് അതിന്റെ ലോജിക്ക്. അത് ഇനിയും തെളിവെന്നാ ഞാൻ പറയും. താങ്കൾ അവസാനിപ്പിക്കുന്നില്ല. അതായത് അതിനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറയുന്നതിനേക്കാൾ താങ്കൾ പുറത്തു പറയും എന്ന നിലപാട് ആ ശൈലി തുടരും. പിന്നല്ലാണ്ട് ഞാൻ ഏത് തെളിവ് കിട്ടിയാലും കേരളത്തിന് ജനങ്ങളുടെ മുമ്പിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കും. അത് എന്റെ ഒരു ഇന്റഗ്രിറ്റിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പൊ ഞാൻ കള്ളനാൻ പോകുമല്ലോ. ഞാൻ ഈ പറയുന്ന കൊള്ള സംഘത്തിന് കൂട്ടു നിൽക്കുന്നവനായി പോകാൻ പോകും ഒരു വിഭാഗത്തിന്. പോലീസിന്റെ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല പോലീസ് പിടിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും കാണില്ല. പോലീസ് ഇത് പിടിച്ചാൽ അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കസ്റ്റംസിന് കൈമാറണം. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിവാർഡ് ആ പോലീസുകാർക്ക് വാങ്ങാം. അത് ചെയ്യാതെ ഈ പിടിച്ചവരെയും കൊണ്ട് ഇവരുടെ കേന്ദ്രങ്ങളിൽ പോയി അവനെ തല്ലിക്കുത്തി അവർക്ക് സൗകര്യമുള്ള തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് ഒരുക്കി 102 CRPCയിൽ കളവ് മുതലെന്ന ധാരണയിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കേണ്ട കാര്യം എന്താണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. ഈ അപ്രൈസർ എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ ഉണ്ണി ഇതുവരെ ഗോൾഡ് അപ്രൈസർ ആട്ടോ. ഈ സ്വർണം പൊട്ടിക്കൽ കേസിലെ ആളാ. ഉണ്ണിന്റെ പേരുകൾ തേടിയിട്ട് നിങ്ങൾ കാണുന്നത് 3 വർഷം കൊണ്ട് ഉണ്ണി കോടീശ്വരനായി എന്നതിന് ഉത്തരം ആര് പറയണം? വ്യക്തമാണ്. ഈ ഗോൾഡ് അപ്രൈസർ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ 2000 ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഈ മണപ്പുറം ഫിനാൻസിലാണ് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യണത്. അങ്ങനെ ഈ ഗോൾഡ് അപ്രൈസൽ, അതായത് ഗോൾഡിന്റെ ആ ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യുന്ന വിഭാഗമാണ് ഈ അപ്രൈസർ ആയിട്ട് വരുന്നത്. ഈ ചെക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുത്തന്റെ കാര്യമാണ് പറയുന്നത്. എന്തിനാണ് ഈ സ്വർണം പൊട്ടിക്കൽ ടീമിന് അപ്രൈസർ എന്നതൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഗോൾഡ് പൊട്ടിക്കൽ എന്നത് കള്ളക്കടത്തുകാർ, സ്വർണ്ണ കള്ളക്കടത്തുകാർ കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് വെട്ടിച്ചെടുക്കുക, അത് വെട്ടിച്ചെടുത്തിട്ട് ഇതിന്റെ പ്യൂരിറ്റി നോക്കുക, ഇത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്നൊക്കെ നോക്കാനാണ് ഇത്തരത്തിലൊരു അപ്രൈസറെ കൊണ്ട് നടക്കുന്നത്. ആ അപ്രൈസറെ കാര്യമാണ് നമ്മളെ അമ്പറൂട്ടി അൻപറിക്ക പറയുന്നത് കേട്ടോ. ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ, ബാക്കി നോക്കാം.
ശ്രീ പി വി അൻവർ, എന്റെ ഒരു സംശയം, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം, ഈ കോൺഗ്രസ് പാരമ്പര്യം, കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളല്ലേ പി വി അൻവർ എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഉപയോഗിക്കാത്ത, താങ്കളെ കുറിച്ച് ഉപയോഗിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ എന്റെ തിരുവനന്തപുരം ബ്യൂറോയിലെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് എനിക്കൊരു ദീർഘമായ മെസ്സേജ് അയച്ചിരുന്നു. ആ ദീർഘമായ മെസ്സേജിൽ പറയുന്നുണ്ട്, ഈ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെഡിഗ്രി തേടി അല്ലെങ്കിൽ ഒരു പാരമ്പര്യം തേടി മുഖ്യമന്ത്രി പോകേണ്ടി വരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി എന്നതിന്റെ തെളിവായിട്ട് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങേ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിലാണ് അങ്ങേ ഇപ്പോൾ മുഖ്യമന്ത്രി ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീ പി വി അൻവർ. അത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് മതം മാറി വരുന്ന ആളുകള്, ആ മതം മാറി വരുന്ന ആളുകളെ എന്താ പറയാ, മതത്തിൽ ചേക്കേറിയതിൽ എന്തൊരു വാക്ക് നാട്ടിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞാല്, ഏത് മതത്തിലെ ഒരാൾ ചേർന്നാലും ഇന്ന മതം എന്നില്ല, അവനൊരു രണ്ടാം നമ്പറായി കാണുന്നു എന്ന ഒരു 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 സാമൂഹിക അനീതി നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കണക്കാക്കാം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്തറിയോ, എന്നോട് പാർട്ടി ലീഡേഴ്സ്, പ്രാദേശിക നേതാക്കന്മാർ കഴിഞ്ഞ തവണയും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞോണ്ട് ഞാനത് എടുക്കുന്നില്ല. കാരണം പാർട്ടിക്ക് അത് ബാധ്യതയാവും. ഞാൻ തുറന്ന അഭിപ്രായം പറയുന്ന ആളാണ്. പാർട്ടിയുടെ ബാരിക്കേഡിനകത്ത് നിന്നുകൊണ്ട് ചിലപ്പോ എനിക്കത് പറയാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് ബോധ്യം വരുന്ന കാര്യങ്ങൾ, അത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നന്മക്കോ വേണ്ടിയിട്ടോ ആണെങ്കിൽ അത് എന്തിനെങ്കിലും പേരിൽ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് എന്നെ തന്നെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്ക് ബാധ്യതയായി മാറും. അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞതാണ്. അതിപ്പോ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നല്ലേ, എനിക്കിപ്പോ ബോധ്യപ്പെടുകയാണ്. നിയമം പറഞ്ഞത് ശരിയാണ്. ആ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അത് സംസാരിക്കുമായിരുന്നു. ഈ സംസാരങ്ങൾ ഒഴിവാക്കാമായിരുന്നു പാർട്ടിക്ക്. ഞാൻ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അനവധി കത്ത് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. രാജൻ സ്കറിയ ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പലതവണ ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നോക്കൂ, എത്ര ചപലമാണ് ഈ പി വി അൻവർ എന്ന് പറയുന്ന MLA-യുടെ വിഷയം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ ഈ മറുനാടൻ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യം, തന്റെ ആ ഒരു വാർത്തകൾ, തനിക്കെതിരെ വാർത്തകൾ കൊടുത്തു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ വന്ന ഇയാളുടെ ഒരു പകയാണ് സത്യത്തിൽ ഈ പി വി അൻവർ പ്രകടിപ്പിച്ചത്. ആ പക മൂത്താണ് ഇന്ന് തെരുവ് പട്ടി പോലും കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന അല്ലെങ്കിൽ ഓടിച്ചിട്ട് കടിക്കുന്ന രീതിയിലേക്ക് ഒരു കുട്ടിക്ക് പോലും, പട്ടിക്ക് പോലും വേണ്ടാത്ത രീതിയിൽ ഒരു ബാധ്യതയായിട്ട് ഈ നിലമ്പൂരിന്റെ MLA പി വി അൻവർ മാറിയത് എന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തില്ല. ആ രീതിയിലേക്ക് താഴേക്കിടയിലേക്ക് പോന്നിരിക്കുന്നു. അല്ലെങ്കിൽ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ സംസ്കാരവും അയാളുടെ ഗുണം, കൊണം, മലപ്പുറത്തെ ഇവരുടെ മുസ്ലിം ഭാഷയാണ് ഗുണം എന്നുള്ളൊരു കൊണം എന്ന് പറയും. ഈ ചങ്ങാതിയുടെ കൊണം അറിയണമെന്നുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മതി. എടവണ്ണ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളുടെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാലും ഇയാളുടെ സംസ്കാരം വെറും തറ സംസ്കാരമാണ് എന്ന് എല്ലാവരും പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഇന്ന് യഥാർത്ഥത്തിലുള്ള അൻപറിയുടെ ആ പറിമുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ പതിമുഖം എന്നൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ പറിമുഖമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്, ഒരു ചാനൽ ഓണറോട്, ചാനൽ ഉടമയോടുള്ള പക മൂത്ത് ഇന്ന് സ്വയം ശവക്കുഴി തോണ്ടി അതിൽ മലർന്നു കിടന്ന് ഇനി നാട്ടുകാരുടെ സകല അമേദ്യവും വായിലേക്ക് ആക്കി അത് വിഴുങ്ങി ജീവിക്കേണ്ട ഒരു നികൃഷ്ട ജന്മമായിട്ട് ഈ നാറി എന്ന് പറയുന്ന നാട്ടുകാർ വിളിക്കുന്നതാണ്. ഇവൻ അഡ്വക്കേറ്റ് ജയശങ്കർ സാറേക്ക് വിളിച്ച ഭാഷയാണ് നാറി, ചെറ്റ, അങ്ങനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇയാൾക്കെതിരെ ഇപ്പൊ തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവനെ പുകഴ്ത്തിക്കൊണ്ട് നടന്നിരുന്ന, കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന അന്തം കമ്മികൾ തന്നെയാണ് ഇന്ന് ഇവന്റെ വായിലേക്ക് ഇരുന്ന് അമേദ്യം കൊണ്ട് വർഷിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ വിഴുങ്ങി ജീവിക്കല്ലാണ്ട്, ഇവന് മോങ്ങി ജീവിക്കല്ലാണ്ട് ഇനി വേറെ വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി കേൾക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ എനിക്കെന്താ വഴി? എനിക്കൊന്ന് കിടന്നുറങ്ങണ്ടേ? നമ്മൾ ഈ മനസാക്ഷി ഇങ്ങനെ ഇട്ടിരിക്കുക നമ്മളെ. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്ത ബോധമാണ് പൊതുസമൂഹത്തിനോട് എനിക്ക് പറയേണ്ടി വന്നത്. ഞാൻ എന്റെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അങ്ങനെ സൂചിപ്പിച്ചു. അതെ,
എന്താ പറയാ, ന്യായമല്ലാത്ത കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കായി ഓഫീസിലെത്തിയാൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും താങ്കൾ എന്തെങ്കിലും ഒരു ആവശ്യം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുന്നിൽ ന്യായമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് നടക്കാത്തൊരുത്തന്റെ അടുത്ത് പോയിട്ട് അന്യായമായ നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ പറയുമോ? ഡോക്ടർ, ഞാനത്ര വിഡ്ഢിയാണോ? നോക്കൂ, ഒരുത്തന്റെ അടുത്ത്, അതായത് ന്യായമായ കാര്യങ്ങൾ പോലും ഒരുത്തന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് നടപ്പിലാവുന്നില്ല, പിന്നീടോ അന്യായമായ കാര്യങ്ങൾ ഞാൻ പറയുമോ എന്ന് ചോദിച്ചത്. അതായത് പിണറായി വിജയൻ വെറും ഷൂ ആയിട്ടുള്ള പരട്ടൈ ശങ്കനാണ്, എനിക്ക് അവനൊരു തേങ്ങയല്ല എന്നുള്ളത് തന്നെ വെറും ഒരു ഒരുത്തൻ എന്നുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അൻപറിക്ക കൃത്യമായിട്ടും അത് നാട്ടുകാരെ ബോധിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ അത് മുൻപേ ബോധ്യപ്പെട്ടതാണ്. ഇരട്ടൈ പരട്ടൈ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ശങ്കനാണ്. എന്നാൽ ആരെങ്കിലും ഒന്ന് തുറപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയന്ന് 100 കരിമ്പൂച്ചകളെയും പോലീസിനെയും പട്ടാളത്തെയും നിരത്തിക്കൊണ്ട് റോഡിലൂടെ പറക്കുന്ന നൂറുകണക്കിന് അകമ്പടി വാഹനങ്ങളുടെ നടുവിൽ സുരക്ഷിതനായി പറക്കുന്ന വെറും ഒരു പേടിത്തൂറി തൊണ്ടനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവനെയാണ് അവൻ ഒരുത്തൻ എന്നുള്ള ഭാഷ തന്നെയാണ് അൻപറിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി നോക്കാം. ന്യായങ്ങൾ തീരുമാനിക്കുന്ന പി ശശിയാണ്. വരുന്ന വ്യക്തിയെ വരുന്ന ന്യായമല്ല പി ശശി കണ്ടെത്തുന്ന ന്യായം. പി ശശിക്ക് പി ശശിയുടേതായ ന്യായങ്ങളുണ്ട്. അദ്ദേഹം അതാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പി ശശിയുമായി ബന്ധപ്പെട്ടായാലും പാർട്ടിക്ക് കൊടുത്ത കത്തുകളായാലും എന്റെ വീട്ടിലെ കാര്യമല്ല. എന്റെ കേബിൾ പോയതിന്റെ നഷ്ടപ്പെട്ടൊരു കേസ് ഇവർ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഞാൻ കൊടുത്തോന്ന് നിങ്ങൾ പി ശശിയോട് ചോദിക്ക്. എനിക്കെന്നാ കൊടുക്കാമായിരുന്നില്ലേ? ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇതിലെ സാധാരണക്കാരായ സഖാക്കൾ, താഴേക്കടയിലുള്ളവര്, ഒരു എൽസിക്ക് താഴെ ഉള്ള പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങള്, വിഷമങ്ങള്, ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇവിടെ ഈ വിഷയങ്ങളിലൊന്നും പാർട്ടി നേതാക്കൾക്ക് പോയി പറയാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരും അവരുടെ വീട്ടുകാരല്ലേ പോകുന്നത്. അതായത് പൊതുപ്രവർത്തകരെ എന്താ പറയാ ബഹുമാനിക്കേണ്ട എന്നൊരു സംസ്കാരം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പരിഗണനയും കൊടുക്കേണ്ട എന്ന സംസ്കാരമാണ് കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഡെവലപ്പായത്. അതതിന്റെ പരിധി വിടുകയാണ്. പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത ആളാവാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസിന് കേരളത്തിൽ ഒരു വോട്ടുണ്ട്. അത് നെഹ്റു കുടുംബത്തിന്റെ വോട്ടാണ്. കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വോട്ടാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ട്. ബി ജെ പിക്ക് ഹൈന്ദവ സമുദായത്തിന്റെ വലിയ പിന്തുണയുണ്ട്. കേരള കോൺഗ്രസിന് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ എന്താ? ഈ സാധാരണ പാവപ്പെട്ട പ്രവർത്തകര്, മണ്ടൻ ഹിന്ദുക്കൾ, വേറെ ആരുമല്ല, സാധാരണപ്പെട്ട പ്രവർത്തകരല്ല, മണ്ടൻ ഹിന്ദുക്കൾ. നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെട്ട് ഈ പറയുന്ന ഒന്നിനും കഴിയാത്ത നിസ്സഹായരായ മനുഷ്യരെ മണ്ടൻ ഹിന്ദുക്കൾ അവരെ കൂടെ നിർത്തി അവർക്കൊരു ഷെൽട്ടറാണ് എന്ന് വാങ്ങിക്കൊടുക്കണേ. അതിന്റെ പ്രവർത്തനം നടക്കുന്നത് പാർട്ടിയുടെ അടിത്തട്ടിലാണ്. അത് ശരിയാണ്. അപ്പോൾ എന്റെ ഒരു ആശങ്ക, അവർക്ക് ചെയ്യില്ല ഡോക്ടർ, അവർക്ക് ചെയ്യില്ല. നോക്കൂ, ഇവൻ ഈ സാധാരണപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ കഥ പറയുന്നുണ്ടല്ലോ. നിലമ്പൂരിൽ വർഷം 1 കഴിഞ്ഞു ആദിവാസി സമരം നടക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ, ബിന്ദു എന്ന് പറയുന്ന ആദിവാസി നേതാവിന്റെ വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം മുൻപൊക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്നും സമരം ഇരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ അറിവ്. ഈ അൻവർ അടക്കമുള്ള, അതല്ലെങ്കിൽ ഈ ചങ്ങാതിയുടെ നിലമ്പൂർ മണ്ഡലത്തിൽ അടക്കമുള്ള ആദിവാസികൾക്ക് തല ചായ്ക്കാൻ ഒരു ഇത്തിരി മണ്ണിന് വേണ്ടി, ഇത്തിരി ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അവർ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാവങ്ങളോട് കണ്ണു തുറക്കാത്ത ഇവൻ, ഈ പറയുന്ന ഇവന്റെ ഒരുപാട് റിസോർട്ടുകളും, ഇവൻ വെട്ടിപ്പിടിച്ച ഒരുപാട് ഭൂമികളും, മണ്ണിട്ട് മൂടിയ ഒരുപാട് നികത്തിയ ഭൂമികളും എല്ലാം കണക്കൂട്ടുമ്പോൾ ഏക്കർ കണക്കിനുണ്ട്. ഈ പാവങ്ങൾക്കൊക്കെ 10 or 20 സെന്റ് സ്ഥലം കൊടുത്താൽ തന്നെ വളരെ മാന്യമായി ആ സമരം പിരിച്ചുവിടാം. അതുപോലും മൈൻഡ് ചെയ്യാൻ നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് സമരം ചെയ്യുന്ന ആ പാവങ്ങളെ പോലും പരിഗണിക്കാത്ത, മൈൻഡ് ചെയ്യാത്ത ഈ ഡാഷ്മോനാണ് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയാണ് അവൻ എന്നുള്ളത്. അത് എന്തുകൊണ്ടാ മൈൻഡ് ചെയ്യാത്തതെന്ന് അറിയാമോ?
ഇവരെല്ലാം ഹിന്ദു എന്ന് പറയുന്ന ആ വിഭാഗത്തിന് കീഴിൽ വരുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവനായാലും മറ്റേതൊരു MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ഒരെണ്ണം പോലും ഇവരെ ആരും മൈൻഡ് ചെയ്യില്ല. കാരണം ഇവരൊക്കെ വോട്ട് കുത്താനുള്ള, അതല്ലെങ്കിൽ ഇവരൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് ഇവനൊക്കെ വോട്ട് കുത്തി വിജയിപ്പിച്ച് അധികാരം കയ്യിൽ അടിച്ചു കൊടുക്കുന്ന വെറും യന്ത്രങ്ങൾ മാത്രമാണ്, വോട്ട് കുത്തുന്ന യന്ത്രങ്ങൾ മാത്രമായതുകൊണ്ട്. എന്നിട്ടാണ് ഇവൻ വലിയ വിളമ്പണത്. പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇവൻ പടപൊരുതാൻ ഇറങ്ങിയത്. ഒരു കുന്തും അല്ലെന്നേ. ഇവന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവനെതിരെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾക്കെതിരെ അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനെ, പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവന്റെ കാര്യം സാധിച്ചെടുക്കാൻ തന്നെയായിരുന്നു. പക്ഷെ അത് 16ന്റെ പണിയായിട്ട് ബൂമറാങ് പോലെ തിരിച്ചു കിട്ടി. കാരണം നിലയില്ലാ കയത്തിലേക്ക് തന്നെ ഈ ചങ്ങാതി കൊണ്ടുപോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ അവന്റെ ഏതൊരു ഇടം കൈ ആയാലും വലം കൈ ആയാലും ഇനി വീട്ടിലുള്ളവന്മാരായാലും അവരെ പോലും വെട്ടിനിരത്തി മേലോട്ട് കുതിക്കുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന വ്യക്തി ഇങ്ങനെ പെരുമാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും അൻപറിയുടെ ബാക്കിയൂടെ കേൾക്കാം. ഞാനത് തുടക്കം മുതലേ പറയുന്നതാണ്. ഈ വിഷയത്തിന്റെ ആത്യന്തികമായ, അല്ലെങ്കിൽ ഈ വിഷയം തുടങ്ങുന്നതും ഈ വിഷയം മുന്നോട്ട് പോകുന്നതും പോലീസ് നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച ഒരു നയം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര സ്വീകാര്യമല്ലാത്തൊരു നയമായിരുന്നു എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. KT ജലീലും അത് പങ്കുവച്ചിരുന്നു. എനിക്കറിയാം ഈ കല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈവൻ നിയമവിധേയമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇവൻ വരുന്ന ഒരു ചോദ്യം, ഈ താങ്കൾക്ക് അറിയാവുന്ന പോലെ CPM-ന്റെ കേഡർ പാർട്ടി ആയതുകൊണ്ട് ആ പാർട്ടിയിലെ അണികളെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ പ്രതിനിധിയെ പുറത്തു നിന്നൊരാൾ ചോദ്യം ചെയ്താൽ ആ പാർട്ടി അംഗീകരിക്കില്ല. ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോ ആ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാർലമെന്ററി പാർട്ടി അംഗമായ താങ്കൾ എതിരായി മാധ്യമങ്ങളിലൂടെ ഒരു അഭിപ്രായം പറയുന്നതിന് പോളിറ്റ് ബ്യൂറോ നേതാവായ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ഇത് ഇങ്ങനെ അല്ലാതെ എങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ? CPB എന്നാൽ അതിന് ആ സംഘടനയുടെ ഒരു പരിമിതി കൂടി ബാധകമാണ്. ഡോക്ടർ അരുൺ, ഞാനത് അംഗീകരിച്ചല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പരിപൂർണമായും ആ കാര്യത്തിൽ ഞാൻ പാർട്ടിക്ക് ചട്ടക്കൂടുതൽ ലംഘിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പോഴും അംഗീകരിക്കുന്നത്, ഇപ്പോഴും അംഗീകരിക്കുന്നത്. അതൊരു വാസ്തവമാണ്, അതിലൊരു തർക്കമില്ല. ഇങ്ങനെ എത്ര കാലം തുടരാൻ പറ്റും CPB എന്നാൽ? കാരണം ഇത് ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങളിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് അനുകൂലമായും എതിർത്തും ചർച്ചകൾ ഉണ്ടാകുന്നുവെന്നാണ്. അതെല്ലാം വേറെ വിഷയങ്ങളാണ്. ഞാൻ എത്ര കാലം തുടരും എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം സത്യസന്ധമായി പോയി ഈ പറയുന്ന പ്രതികളുടെ ഇത് കുറ്റവാളികളാണ് എന്ന് എന്താ പറയാ കോടതി വിലയിരുത്തുന്നത് വരെ ഞാൻ പോകും. പക്ഷെ അതൊരു അനന്തമായ കാലമല്ലേ ഇത്? ഇന്നോ നാളെയോ താങ്കളുടെ ആരോപണങ്ങൾക്ക് മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. ആ അന്വേഷണ സംഘത്തെ തന്നെ നയിക്കുന്നത് ഇപ്പോഴും അതേ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹമാണ്. അപ്പോ ആ തെളിവുകൾ ഇതിനകം തന്നെ നശിപ്പിക്കപ്പെടാം. നമ്മുടെ കയ്യിൽ വലിയ തെളിവുകളോ ഡോക്യുമെന്റുകളോ ഇല്ല. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന റിപ്പോർട്ടിൽ പോലും ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നതാണ്. അല്ല, അങ്ങനെ തന്നെ സംഭവിക്കുന്നവരുടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ എത്രത്തോളം ബാധിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്? അത് സ്വാഭാവിക കേരളത്തിൽ ജനങ്ങളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കില്ല, മനസ്സിലാക്കി. അത് അദ്ദേഹം ചെയ്യാൻ പാടില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തള്ളി പറയുന്ന പ്രശ്നമില്ല. ഒരുപാട് ആളുകളെ പൊട്ടിക്കരയിപ്പിച്ചിട്ടില്ലേ നീ? ബൂമറാങ്ങായി തിരിച്ചു വന്നോണ്ടിരിക്കുക നിന്റെയൊക്കെ പതനം, നിന്റെ പോലെയുള്ള എല്ലാത്തിന്റെയും പതനം. അതിനിപ്പോ ജയിലിലടച്ചാലും ശരി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്തൊരു മോങ്ങലാണ്, ശക്തമായ മോങ്ങലാണ് ഇവന്റെ നമ്മൾ കേട്ടത്. മക്കളെ, ഈ മോങ്ങൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇടുന്നത്. ഈ അരുണായാലും ഈ അൻപറി ആയാലും ഒട്ടരുണായാലും ഇവന്മാരുടെയൊക്കെ ഈ കരച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ ശ്രീനിവാസനും മോഹൻലാലും പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ, വന്ദനമാണെന്ന് തോന്നുന്നു, ആ സിനിമയിൽ പറഞ്ഞ പോലെ എന്താ ഒരു രസം കേൾക്കാൻ ഇവരുടെ മോങ്ങൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അൻപറിക്കാക്ക അമേദ്യം വർഷിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ വായിലും തലയിലും ഒക്കെ അമേദ്യം വർഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ ഗുണ്ടായിസം പോക്കിരിത്തരം പറഞ്ഞ ഈ ഡാഷ്മോൻ ഇന്ന് വെറും അമേദ്യത്തിന്റെ വില പോലും ഇല്ലാതെ കേരള സമൂഹം കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലേക്ക്
ഇവൻ തന്നെ എത്തിച്ചിട്ടുണ്ട്. അതാണ് കാലം ഒന്നിനും കണക്ക് പറയാതിരിക്കില്ല. ഇന്നിപ്പോൾ ഷാജൻ സ്കറിയ സാറിനെതിരെ ആയാലും ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെതിരെയൊക്കെ നിലകൊണ്ടാം ഇവനെ നോക്കി ഇന്ന് ലോകം പുച്ഛിച്ച് ചിരിക്കുമ്പോൾ, പരിഹസിച്ച് ആർത്തട്ടഹസിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനും ഈ പറയുന്ന ഷാജൻ സ്കറിയ സാറിനും ഒക്കെ ഇതിൽ പരമൊരു റിപ്ലൈ, അതല്ലെങ്കിൽ ഇതിൽ പരമൊരു ഭഗവാന്റെ അനുഗ്രഹം വേറെ എന്തുണ്ട് കിട്ടാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.